നമസ്കാരം. AI അസിസ്റ്റന്റ് യൂസ് ചെയ്ത് കോഡ് ചെയ്താൽ ഫാസ്റ്റായിട്ട് കോഡ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഗിറ്റ്ഹബ് കോപൈലറ്റ് എന്ന AI കോഡിംഗ് അസിസ്റ്റന്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫാസ്റ്റായിട്ട് കോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഗിറ്റ്ഹബ് കോപൈലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം അവരുടെ വെബ്സൈറ്റിൽ പോയി സൈൻ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കോപൈലറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ കോപൈലറ്റിൻ്റെ ഫ്രീ വെർഷൻ എനേബിൾ ചെയ്തത് കാണാം. നിങ്ങൾക്ക് ഒരു മാസം 2000 കോഡ് കംപ്ലീഷനും 50 ചാറ്റ് മെസ്സേജസും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിലും കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോ വെർഷന് വേണ്ടി സൈൻ അപ്പ് ചെയ്യണം. ഗിറ്റ്ഹബ് കോപൈലറ്റ് VS കോഡിൻ്റെ കൂടെ മാത്രമല്ല മറ്റു പല IDEകളുടെ കൂടെയും ജെറ്റ് ബ്രെയിൻസ്, അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, അങ്ങനെ പല IDEകളുടെ കൂടെയും കോഡിംഗ് അസിസ്റ്റൻ്റായി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കോപൈലറ്റിന് VS കോഡിനകത്ത് എനേബിൾ ചെയ്യണം. അതിന് എക്സ്റ്റൻഷൻസിൽ പോയി ഗിറ്റ്ഹബ് കോപൈലറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനെ സെർച്ച് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ കൂടെ ഗിറ്റ്ഹബ് കോപൈലറ്റ്, ഗിറ്റ്ഹബ് കോപൈലറ്റ് ചാറ്റ്, അങ്ങനെ 2 എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഈ കോപൈലറ്റിനെ VS കോഡിലേക്ക് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ VS കോഡിലെ അക്കൗണ്ട് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി സൈൻ ഇൻ ഓപ്ഷൻ യൂസ് ചെയ്യുക. സൈൻ ഇൻ ടു ഗിറ്റ്ഹബ് കോപൈലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഓതൻറ്റിക്കേഷന് വേണ്ടിയുള്ള ഒരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി കോപൈലറ്റ് എനേബിൾ ആയോ എന്ന് അറിയാൻ വേണ്ടി സ്റ്റാറ്റസ് ബാറിലെ കോപൈലറ്റിൻ്റെ ഒരു ഐക്കൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപൈലറ്റ് സ്റ്റാറ്റസ് റെഡി എന്നുണ്ടോ. കോപൈലറ്റ് എനേബിൾ ആയി. ഇനി കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കോപൈലറ്റിൻ്റെ ഹെൽപ്പോട് കൂടെ നമുക്കൊരു കറൻസി കൺവേർഷൻ പ്രോഗ്രാം എഴുതാം. നമ്മൾ ലൈവ് ആയിട്ടുള്ള കറൻസി കൺവേർഷനാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള APIയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ AI കോഡിംഗ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില ടിപ്സ് ഉണ്ട്. നമുക്ക് എഴുതേണ്ട പ്രോഗ്രാമിന് ഒന്നിച്ച് എഴുതി തരാൻ പറയരുത്. അതിന് പകരം നമ്മുടെ പ്രോഗ്രാമിനെ പല കമ്പോണൻറ്റുകളായി തിരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി വേണം ഈ കോഡ് ജനറേറ്റ് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം, വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത്. ഒരു പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് എഴുതി തരാൻ പറഞ്ഞാൽ ഈ AI ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനിരുന്നാൽ നിങ്ങൾ സാധാരണ പ്രോഗ്രാം എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. നമ്മുടെ ഈ കറൻസി കൺവേർഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനെ ഞാൻ 5 കമ്പോണൻസ് ആയി ഡിവൈഡ് ചെയ്തു. ഒന്ന്, യൂസറിൻ്റെ ഇൻപുട്ട്. യൂസർ ഒരു എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ട് റീഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. യൂസർ എൻ്റർ ചെയ്യുന്നത് ഡോളർ എമൗണ്ട് ആണ്. അതിനെ ഇന്ത്യ, UAE, ഓസ്ട്രേലിയ, കാനഡ, ഈ 4 രാജ്യങ്ങളുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ കൺട്രീസിൻ്റെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ആ കൺട്രി നെയിമും ആ കൺട്രിയുടെ കറൻസിയും കൺട്രി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു CSV ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് റീഡ് ചെയ്ത് ഒരു ഡിക്ഷണറി ആയി റിട്ടേൺ ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. എക്സ്ചേഞ്ച് റേറ്റ് API കോൾ ചെയ്ത് ഇന്നത്തെ കറൻസി കൺവേർഷൻ റേറ്റ് കണ്ടുപിടിച്ച് ഈ 4 രാജ്യങ്ങളുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുക. അഞ്ചാമതായി നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫംഗ്ഷനും എഴുതണം. അപ്പോൾ VS കോഡിനകത്ത് നമ്മൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പൈത്തനകത്താണ് കോഡ് ചെയ്യാൻ പോകുന്നത്. VS കോഡിനകത്ത് പല ലാംഗ്വേജുകളും കോഡിംഗ് സപ്പോർട്ടഡ് ആണല്ലോ. നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റസ് ബാറിനകത്ത് ഇവിടെ പൈത്തൺ എന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് ഏത് ലാംഗ്വേജിലാണ് കോഡ് ചെയ്യാൻ പോകുന്നത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ കോപൈലറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ 5 ഫംഗ്ഷനല്ലേ എഴുതാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാമിനുള്ളത്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എഴുതാം, ഗെറ്റ് യൂസർ ഇൻപുട്ട്. ഞാനിവിടെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കോപൈലറ്റ് കോഡ് സജഷൻസ് തരാൻ തുടങ്ങി. ഇതിന് കോഡ് കംപ്ലീഷൻ എന്നാ പറയുക. ഈ കോപൈലറ്റ് നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ്റെ പേരും അല്ലെങ്കിൽ കമൻസ് ഉണ്ടെങ്കിൽ കമൻസിനും ഇതിനെല്ലാം ബേസ് ചെയ്താണ് ഈ സജഷൻസ് തരുന്നത്. ഇതിനെ ഇങ്ങനെ കാണുന്ന ടെക്സ്റ്റിനെ ഗോസ്റ്റ് ടെക്സ്റ്റ് എന്നാണ് പറയുക. നിങ്ങൾക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ കോഡ് നിങ്ങളുടെ IDEയുടെ ഭാഗമാവും. നമുക്ക് ഈ കോഡ് പറ്റില്ല. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സജഷനാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓക്കെയാണ്. ഞാനിതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ കോഡ് ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഇവിടെ. അപ്പോൾ ഈ കോഡിൽ നമ്മൾ ഡോളർ എമൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്, എൻ്റർ ദി ഡോളർ എമൗണ്ട് എന്ന് കൊടുത്തു. ഇനി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതിലെ എമൗണ്ട് മാത്രം റിട്ടേൺ ചെയ്തു. ഓക്കെ, ഫംഗ്ഷൻ എഴുതി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എഴുതാം. സെക്കൻഡ് ഫംഗ്ഷൻ കൺട്രി ലിസ്റ്റ് CSVനെ റീഡ് ചെയ്ത് അതൊരു ഡിക്ഷണറിയായി റിട്ടേൺ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ കോപൈലറ്റിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എനിക്ക് ആവശ്യമുള്ള കോഡ് ജനറേറ്റ് ചെയ്ത് തരാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം ഈ കോപൈലറ്റായിട്ട്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇൻലൈൻ ഇൻട്രാക്ഷനാണ്. ഇവിടെ Ctrl+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപൈലറ്റായി ചാറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫയലിൻ്റെ പേരുണ്ടല്ലോ അതിവിടെ റെഫറൻസ് കൊടുക്കാം. റെഫറൻസ് കൊടുക്കാൻ വേണ്ടി ഹാഷ് എന്ന് കൊടുത്ത് നമുക്ക് ഫയലല്ലേ, അപ്പോൾ ഇവിടെ ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ പിക്ക് എ ഫയൽ എന്ന് പറഞ്ഞൊരു സജഷൻ കണ്ടോ, ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസിൻ്റെ ലിസ്റ്റ് ഇവിടെ തരും.
നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തു. എന്നിട്ട് പറയാം ആൻഡ് റിട്ടേൺ ആസ് എ ഡിക്ഷണറി. ഇവിടെ സെൻഡ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പിക്ക് മോഡൽ എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ കണ്ടോ? അവിടെ GPT-4o എന്ന് കണ്ടില്ലേ? 2 ലാംഗ്വേജ് മോഡൽസാണ് കോപൈലറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. GPT-4o അത് നമ്മുടെ ചാറ്റ് GPTയുടെ ബാക്ക്-എൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് മോഡലാണ് OpenAIയുടെ. അതല്ലെങ്കിൽ ക്ലോഡ് എന്ന് പറയുന്ന വേറൊരെണ്ണം ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കോഡ് ഇവിടെ താഴെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവാം, ഇതിൽ ഇഷ്യൂസ് ഉണ്ടാവാം. നമ്മൾ ആദ്യം കോഡൊന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തുക. ഈ കോഡ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. റീഡ് കൺട്രി ലിസ്റ്റ്. ഇവിടെ ഫയലിൻ്റെ നെയിം ഇവിടെ പാസ് ചെയ്യണം അല്ലേ? അതുപോലെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിക്ഷണറി റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ഇനി കറൻസി കൺവേർഷന് വേണ്ടിയുള്ള മൂന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അതിനുവേണ്ടി എക്സ്ചേഞ്ച് റേറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി അവിടെ ഗെറ്റ് ഫ്രീ കീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടോ? അത് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് 100 റിക്വസ്റ്റ് ഒരു മാസം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയി ഈ API ആക്സസ് കീ കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ ഈ API യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കോപൈലറ്റ് ഈ കോഡ് കറക്റ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നില്ല. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ കറൻസി കൺവേർഷന് വേണ്ടിയുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കോപൈലറ്റിനോട് ചോദിച്ച് നോക്കാം. കൺട്രോളായി ഇവിടെ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. റൈറ്റ് കോഡ് ടു കൺവേർട്ട് കറൻസി. അതിൽ ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സാണ് പാസ് ചെയ്യുന്നത്? ഡോളർ എമൗണ്ടും ഡിക്ഷണറി ഓഫ് കൺട്രീസ്. ഓക്കെ, കോൾ എക്സ്ചേഞ്ച് റേറ്റ് ഹോസ്റ്റ് API. അപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൺവേർഷൻ റേറ്റും എമൗണ്ടും കൺട്രീസ് ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഡിക്ഷണറി റിട്ടേൺ ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. കോഡ് ജനറേറ്റ് ചെയ്യുമോ നോക്കാം. കോഡ് ജനറേറ്റ് ചെയ്തെന്നു. ഈ കോഡ് കംപ്ലീറ്റ് കറക്റ്റ് അല്ല. കാരണം എക്സ്ചേഞ്ച് റേറ്റ് APIനെ കോൾ ചെയ്യാൻ വേണ്ടി ഉള്ള സിൻടാക്സ് തെറ്റാണ്. ഞാൻ ഡോക്യുമെൻറ്റേഷൻ കമ്പയർ ചെയ്തപ്പോൾ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ജനറേറ്റ് ചെയ്ത് തരാൻ പറയാം. റീറൺ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോഡ് റീജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോവുക, ഈ കോഡിനെ. ഇനി നമുക്കിതിനെ ഫിക്സ് ചെയ്യാം. ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നു കണ്ടോ? റിക്വസ്റ്റിൻ്റെ അവിടെ. കാരണം അത് റിക്വസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. അതല്ലെങ്കിൽ ഇത് ഇവിടെ ഫിക്സ് യൂസിങ് കോപൈലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ. അത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂളിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഈ കോള് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാം. നമ്മൾ ഈ APIനകത്ത് സെൻഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നറിയോ? ആക്സസ് കീ സെൻഡ് ചെയ്യണം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് സെറ്റിൽ ഏതൊക്കെ കൺട്രീസ് വേണം അത് സെൻഡ് ചെയ്യണം. അതുപോലെ സോഴ്സ് ഫോർമാറ്റ് നമ്മൾ ഡോളറിലല്ലേ സെൻഡ് ചെയ്യുന്നത്, ഡോളറിനെയാണ് ബാക്കിയുള്ള കറൻസികളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ റിട്ടേൺ ഫോർമാറ്റ് നമുക്ക് JSON വേണ്ടത്. അപ്പോൾ ഇവിടെ കറൻസി ലിസ്റ്റ് ഇവിടെ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കോഡ് എഴുതാം. നമ്മുടെ കൺട്രീസിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്നും ഇവിടെ കറൻസി ഏതാണെന്നുള്ളത് നമ്മൾ സെൻഡ് ചെയ്യണം. കൺട്രീസിൻ്റെ ലിസ്റ്റ് അല്ല, കറൻസി നമ്മൾ ആഡ് ചെയ്തു, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ വേറൊരു ഇഷ്യൂ ഉള്ള എന്താണെന്ന് ഇവിടെ ഡാറ്റ ഓഫ് കോഡ്സ് എന്നാണ് ഇവിടെ എലമെൻറ്റിൻ്റെ പേര്. അത് ഫിക്സ് ചെയ്യണം. ഇനി ഈ കോഡിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഈ കോഡെല്ലാം സെലക്ട് ചെയ്യാം. ഇവിടെ 2 സ്റ്റാർ ഉണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് സ്മാർട്ട് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡിഫൈ കോഡ് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ പറയാം. മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കോപൈലറ്റിൻ്റെ വിൻഡോ വരും. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് ആഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഫോർ API കോൾ. നിങ്ങൾക്ക് എന്ത് ചേഞ്ചാണ് വരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് വ്യൂ ഇൻ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ലെഫ്റ്റ് സൈഡിലെ ഒറിജിനൽ കോഡും റൈറ്റ് സൈഡിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോഡ് കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുക, സെപ്പറേറ്റ് ചാറ്റ് വിൻഡോ. ഞാനത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ കൺവേർഷന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? നമുക്ക് കൺവേർഷൻ റേറ്റാണ് കിട്ടുന്നത്. നമ്മുടെ എമൗണ്ടിനെ ആ കൺവേർഷൻ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ കാണാം. അതാണ് ഡിക്ഷണറി ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ഇനി 4ാമത്തെ ഫംഗ്ഷൻ എഴുതാം. 4ാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഈ റിസൾട്ട്സ് തന്നെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് 4ാമത്തെ ഫംഗ്ഷൻ എഴുതാം. 4ാമത്തെ ഫംഗ്ഷൻ ഇത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്പ്ലേ കൺവേർട്ടഡ് എമൗണ്ട്. നോക്കൂ, നമ്മൾ എന്താ പറയുക, കോഡിങ് എഴുതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോപൈലറ്റ് നമുക്കുള്ള സജഷൻസ് തരാൻ തുടങ്ങി. ഇതായിരുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര സ്മാർട്ടല്ലേ? ഇതിനകത്തേക്ക് നമ്മൾ ഡിക്ഷണറിയെ പാസ് ചെയ്യുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അതിൻ്റെ ബാക്കിയുള്ള കോഡ് കൂടെ ജനറേറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്ത് തരുന്നത് കറൻസിയും കൺവേർഷൻ റേറ്റും കൺവേർട്ട് ചെയ്ത എമൗണ്ടും പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡ് ഇവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതാനുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി കൺട്രോളായി റൈറ്റ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാം. അടിപൊളി. നമുക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതി.
ഇത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താം. എന്താണ് നമ്മുടെ ഫയലിൻ്റെ പേര് കൺട്രി ലിസ്റ്റ് എന്നല്ലേ, ഇതോടെ കറക്റ്റ് ചെയ്യാം. കൺട്രി ലിസ്റ്റ് CSV. ഇനി യൂസർ ഇൻപുട്ട് റീഡ് ചെയ്യാൻ അത് കറക്റ്റാണ്. നമ്മുടെ ഗെറ്റ് യൂസർ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്നിട്ട് എമൗണ്ട് ഇവിടെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിക്ഷണറി റീഡ് കൺട്രി, അപ്പോൾ ആ ഫംഗ്ഷനെ കറക്റ്റ് അല്ലേ കോൾ ചെയ്തിരിക്കുന്നത്. ഫയൽ പാത്താണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്. കൺവേർട്ട് ഡിക്ഷണറി, അതിലേക്ക് എമൗണ്ടും കൺട്രി ഡിക്ഷണറി അല്ലേ പാസ് ചെയ്യുന്നത്, അപ്പോൾ അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ. ഇനി നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്രേക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡീബഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോയി നോക്കാം. യൂസർ ഇൻപുട്ട് എൻ്റർ ദ ഡോളർ എമൗണ്ട്. നമുക്കിപ്പോൾ ഒരു $1 കൺവേർട്ട് ചെയ്ത് നോക്കാം. കണ്ടിന്യൂ. ഗെറ്റ് യൂസർ ഇൻപുട്ട് കഴിഞ്ഞു. ഇനി ഡിക്ഷണറി റീഡ് ചെയ്യുന്നു. ഡിക്ഷണറിയിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ ഇവിടെ എന്താ പറയുക, നമ്മുടെ കൺട്രി ലിസ്റ്റ് ഫയൽ റീഡ് ചെയ്ത് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. കുഴപ്പമില്ല. കൺട്രിയും അതിൻ്റെ ഡോളർ എമൗണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് ഡിക്ഷണറിയിലേക്ക്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇനി കൺവേർട്ട് കറൻസി മെത്തേഡിനെ വിളിക്കുക. നേരത്തെ നമ്മളിവിടെ APIനെ കോൾ ചെയ്യുന്ന ഭാഗം ചേഞ്ച് ചെയ്തല്ലോ. അതുകൂടാതെ ഞാൻ ഒരു ചേഞ്ച് കൂടെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ API റിട്ടേൺ ചെയ്ത റിസൾട്ട് സെറ്റിനെ നമ്മൾ JSON ആക്കി മാറ്റിയതാണ് ഇവിടെ കാണുന്നത്. കറൻസി തന്നിട്ടുള്ളത് ഓരോ കൺട്രിയുടെയും കറൻസി സോഴ്സും ഡെസ്റ്റിനേഷനും ഒന്നിച്ചാണ് തന്നിരിക്കുന്നത്. അവിടെ USD INR എന്ന് കണ്ടോ. നമ്മുടെ ഡിക്ഷണറിയിലെ എല്ലാം INR AED അല്ലെങ്കിൽ നമ്മളെ കറൻസി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഒരു ചേഞ്ച് ഞാനിവിടെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, ഡിക്ഷണറി ഒബ്ജക്റ്റിലേക്ക് കൺവേർഷൻ റേറ്റും എമൗണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കറൻസി INR, കൺവേർഷൻ റേറ്റും കൺവേർട്ടഡ് എമൗണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. ഇനി ഇവിടെ പ്രിൻറ്റ് ചെയ്യാം. അത് കറക്റ്റ് വർക്ക് ചെയ്തു. നമ്മൾ $1 കൊടുത്തപ്പോൾ ഇന്ത്യൻ റുപ്പി 86.63 അല്ലേ. അതുപോലെ UAE ദിർഹം, അതുപോലെ ഓസ്ട്രേലിയ എല്ലാം കൺവേർഷൻ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. നമുക്കൊരു വലിയൊരു എമൗണ്ട് കൊടുത്ത് നോക്കാം. ഡീബഗ് ഇല്ലാതെ. ഇത് നേരത്തെ വന്ന എററായിരുന്നു, അത് ഞാൻ ഫിക്സ് ചെയ്തതായിരുന്നു. നമ്മളിപ്പോൾ AI എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഡിൻ്റെ ബഗിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു $100 കൊടുത്താൽ 8,663. അപ്പോൾ അടിപൊളി. നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് കോപ്പൈലറ്റിൻ്റെ ഹെൽപ്പോടുകൂടെ നമ്മുടെ കൺവേർഷൻ പ്രോഗ്രാം, ലൈവ് APIനെ കോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി കോപ്പൈലറ്റിനോട് ചാറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂടെ ഞാൻ പറയാം. VS കോഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടെർമിനലിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിലോ, അപ്പം നമുക്ക് കോണ്ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് @സൈൻ യൂസ് ചെയ്യാം. ഈ @സൈൻ യൂസ് ചെയ്യുമ്പോൾ കുറേ കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ് വരും. അതിനകത്ത് വർക്ക് സ്പേസ് എന്നുണ്ടോ. ഈ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതുന്ന കോഡ് നമ്മുടെ പ്രോജക്റ്റിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്. ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ VS കോഡ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ടോ, ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് VS കോഡ്, ഹൗ ടു സേവ് എ ഫയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അതിനുള്ള സ്റ്റെപ്സ് പറഞ്ഞുതരും. ഇനി അതല്ല ടെർമിനലിന് റെഫറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനൽ എന്നിട്ട് നമുക്ക് പറയാം ഹൗ ടു ഇൻസ്റ്റാൾ numpy എന്ന് ചോദിക്കാം. കമാൻഡ് പറഞ്ഞു നമുക്കത് ടെർമിനലിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ ഇൻസേർട്ട് ഇൻ ടു ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ കോഡ് ടെർമിനലിലേക്ക് ഇൻസേർട്ട് ആവും. അതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് ആക്ഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ കോഡ് നമുക്ക് എന്തോ ബഗ് ഉണ്ട് അത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചാറ്റ് വിൻഡോയിൽ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലാഷ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ സ്പെസിഫിക് കമാൻഡ്സ് കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഈ കോഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ /fix എന്ന് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ടെസ്റ്റ് കേസ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം, നമുക്ക് മനസ്സിലാവണില്ല ഈ കോഡ് എന്താ ചെയ്യുന്നതെന്ന്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് നമുക്ക് പറയാനായിട്ട് വരും. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ടും കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കോണ്ടെക്സ്റ്റും കമാൻഡും എല്ലാം നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ ഫയലിനെ റെഫറൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, #ഹാഷ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാം. നമുക്ക് കോണ്ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ വെച്ചിട്ട് പറയാം. സ്ലാഷ് കൊടുത്താൽ നമുക്ക് സ്പെസിഫിക് കമാൻഡ്സ്, റെഫറൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് #ഹാഷ് യൂസ് ചെയ്യാം. ഇനി അവസാനമായി നമുക്ക് ഈ കോപ്പൈലറ്റ് വേണ്ട, നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ താഴെ ബോട്ടം റൈറ്റിലെ കോപ്പൈലറ്റിൻ്റെ ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡിസേബിൾ കംപ്ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസേബിൾ ചെയ്തോളും. ഇനി VS കോഡും നമ്മുടെ കോപ്പൈലറ്റ് അക്കൗണ്ടും തമ്മിൽ അൺലിങ്ക് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ പോയി നമ്മുടെ അക്കൗണ്ടിൽ പോയി മെനുവിൽ നിന്നും നമുക്ക് സൈൻ ഔട്ട് പറഞ്ഞാൽ മതി. സൈൻ ഔട്ട് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ആയി ഡിസ്കണക്ട് ചെയ്തു. കോപ്പൈലറ്റ് യൂസ് ചെയ്ത് കറൻസി കൺവേർട്ടർ പ്രോഗ്രാം എഴുതി നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.